ഈ അക്ഷയ കേന്ദ്രങ്ങൾ വഴി വലിയ തട്ടിപ്പ് നടക്കുന്നുണ്ട്. എല്ലാം വ്യാജ കാർഡുകൾ, പാൻ കാർഡ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെ തടയാൻ കഴിയും? എല്ലാ അക്ഷയ സെന്ററുകളെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. ചില അക്ഷയ കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി കൊടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ അക്ഷയ സെന്ററുകളിലൊക്കെ നമ്മൾ ചെന്നാൽ അറിയാം, നമ്മളിപ്പോൾ ഒരു കളക്ടർ ഓഫീസിൽ പോയാൽ പോലും ഒരു കളക്ടർക്കില്ലാത്ത ഗമയാണ് ഈ അക്ഷയ സെന്ററിൽ ഇരിക്കുന്നവർക്ക്. കാരണം നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കുക, ഇങ്ങോട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ, എല്ലാ അക്ഷയ സെന്ററുകളല്ല, ചിലതൊക്കെ ഭയങ്കരമായ രീതിയിൽ ഒരു മോശപ്പെട്ട രീതിയിലാണ് അവരുടെ സമീപനവും. അതിനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് വീഡിയോകളും ഒരുപാട് ചർച്ചകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത് അക്ഷയ സെന്ററുമായൊക്കെ ബന്ധപ്പെട്ട്. അതായത് പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി നൽകുന്നത് വ്യാപകമെന്നാണ് കണ്ടെത്തൽ. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളെന്ന് ചോദിച്ചാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ് ഉൾപ്പെടെയാണ് വ്യാജമായി നിർമ്മിച്ച് നൽകുന്നത്. ഇത് നമ്മളൊന്ന് പറയാം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഈ പാസ്പോർട്ടിനൊക്കെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. എനിക്ക് തോന്നുന്നു ഈ വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. പാസ്പോർട്ടിന് വേണ്ട, പാസ്പോർട്ട് പോലീസ് വീട്ടിൽ വന്ന് വെരിഫിക്കേഷൻ നടത്തിയിട്ട് പോകുന്നതാണ്. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ വ്യാജമായി തന്നെ നിർമ്മിച്ച് നൽകുന്നു. മാത്രമല്ല പാൻ കാർഡ് എന്നൊക്കെ പറയുന്നത് അത്രത്തോളം വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ വ്യാജമായ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നൽകുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ അക്ഷയ കേന്ദ്രങ്ങളെ വിശ്വസിക്കുന്നത് എന്നൊരു വലിയ ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇത് കൃത്യമായ, പലപ്പോഴും അക്ഷയ കേന്ദ്രങ്ങളിൽ പരിശോധനകളോ കൃത്യമായ രീതിയിലുള്ള സമീപനങ്ങളോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തും തോന്നിവാസവും കാണിക്കാം എന്ന ധൈര്യമായിരിക്കും ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അക്ഷയ സെന്ററുകൾ വഴി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്നത് പുതിയ സംഭവമല്ല എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ച് നൽകിയതിന് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ അക്ഷയ ജീവനക്കാരി പിടിയിലാകും വരെ സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികതയിൽ ആർക്കും സംശയം തോന്നിയിരുന്നില്ല. തിരുവനന്തപുരം മാറനല്ലൂർ സ്വദേശിക്ക് ഊരൂട്ടമ്പലം ഈ ഊരൂട്ടമ്പലം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയ്ക്കും ഈ തമ്പാനൂരിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ഈ ഊരൂട്ടമ്പലം എന്ന് പറയുന്നത്. ഊരൂട്ടമ്പലം അക്ഷയ സെന്ററിൽ നിന്ന് നൽകിയ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വ്യാജമാണെന്ന് തെളിഞ്ഞു. സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനത്തിലെ ജോലിക്കായാണ് മാറനല്ലൂർ സ്വദേശി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓൺലൈനായി അപേക്ഷിച്ചത്. 700 രൂപ ഫീസും അടച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇമെയിലിൽ അക്ഷയ സെന്റർ ജീവനക്കാരി സർട്ടിഫിക്കറ്റ് അയച്ചു നൽകി. സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് തട്ടിപ്പ് പുറത്തറിയുന്നത്. ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് മറ്റൊരാളുടെ പേരും വിലാസവും. ബാങ്കിംഗ് സ്ഥാപനം നടത്തിയ പരിശോധനയിലാണ് സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന് കണ്ടെത്തിയത്. സർട്ടിഫിക്കറ്റ് വന്ന ഇമെയിൽ തെളിവായതിനാൽ തലനാരിഴയ്ക്കാണ് ചെറുപ്പക്കാരൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. അക്ഷയ സെന്ററുകൾ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആദ്യമായല്ല. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട അക്ഷയ സംസ്ഥാന പ്രൊജക്ട് ഓഫീസ് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. പരീക്ഷാ കൺട്രോളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു സർക്കുലർ. എന്നാൽ നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നെയ്യാറ്റിൻകരയിലെ വ്യാജ സർട്ടിഫിക്കറ്റ്. ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് അക്ഷയ സെന്ററുകൾക്ക് മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. പല അക്ഷയ കേന്ദ്രങ്ങളും ആവശ്യം കഴിഞ്ഞാൽ രേഖകൾ കത്തിച്ച് കളയുകയാണ് പതിവ്. എന്നാൽ ചിലയിടങ്ങളിൽ ഈ രേഖകൾ മറ്റുള്ളവർക്ക് കൈമാറുന്നു. ഈ രേഖകൾ കരസ്ഥമാക്കി പണം തട്ടുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും പരാതിയുണ്ട്. എത്ര ഗൗരവമേറിയ കാര്യങ്ങൾ നോക്കണം. നമ്മുടെ മുഴുവൻ ഡേറ്റയും നമ്മളൊരു കാര്യത്തിന് അക്ഷയ സെന്ററിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ എല്ലാ അക്ഷയ സെന്റർ വഴിയാണ്. ഈ അക്ഷയ സെന്ററുകളെല്ലാം എന്നല്ല, ഭൂരിഭാഗവും തട്ടിപ്പുകളാണ്. നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ തട്ടിപ്പാണ്. ഒരു സ്വകാര്യ ബാങ്കിൽ ജോലിക്കായി ഒരു ചെറുപ്പക്കാരന് കൊടുത്ത പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ ജോലി പോയനെ, പക്ഷേ തെളിവായി ആ വന്ന മെയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അക്ഷയ സെന്ററുകളെ വിശ്വസിക്കുന്നത് ഇനി എന്നുള്ള ഒരു ചോദ്യം വലിയ രീതിയിൽ ഇവിടെ പ്രസക്തമാകുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ ഡേറ്റാസ് വാങ്ങാനായി ഒരു സംഘം തന്നെ ഉണ്ട്. അപ്പോൾ ഈ അക്ഷയ സെന്ററുകൾക്ക് ലക്ഷങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ ഡേറ്റാസൊക്കെ ഇവർ വാങ്ങിക്കൊണ്ടുപോകും. എന്തിനാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത്? ചിലപ്പോൾ വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടാക്കാനായിരിക്കും, വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കാനായിരിക്കും. പാൻ കാർഡൊക്കെ വളരെ ഈ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളുടെ അക്കൗണ്ട് വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് കൂടുതൽ പൈസ വരികയാണെങ്കിൽ പാൻ കാർഡ് ഹാജരാക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ അത്രയും
നിർണായകമായ രേഖകളാണ്. അതുപോലും വ്യാജമായി നിർമ്മിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഗൗരവത്തെ. അത് വ്യാജമായി നിർമ്മിക്കുന്നതിനപ്പുറം ഗൗരവമാണ് ഈ നമ്മുടെ രേഖകൾ മറ്റ് തട്ടിപ്പ് സംഘത്തിന് കൊടുത്തിട്ട് അതിൽ നിന്ന് പണം വാങ്ങുക. ഈ തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ രേഖകൾ വെച്ച് പാകിസ്ഥാൻ, നമ്മുടെ മുഖവും വെച്ച് ഒരു പാസ്പോർട്ട് അടിച്ചിട്ട് പാകിസ്ഥാനിലോ വല്ലതും പോയി വല്ല ഭീകര പ്രവർത്തനം നടത്തിയാൽ ഇതിൻ്റെ പുറകെ നമ്മൾ നടക്കണ്ടേ? നമുക്കെതിരെ നമ്മുടെ പിന്നെ ആധാറിൻ്റെയും പാൻ കാർഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ID വെച്ചിട്ട് ഒരു പിന്നെ സിം എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയണ്ടേ? അപ്പോൾ ഇതൊക്കെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തെയും അവൻ്റെ സാമൂഹികപരമായ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ അക്ഷയ സെന്ററുകൾക്ക് പൂച്ചുവിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കേണ്ടതായുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അക്ഷയ സെന്ററുകളെ നമുക്ക് പലതിനെയും വിശ്വസിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ ഭൂമി തരം മാറ്റൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ വ്യാപകമായപ്പോൾ വിജിലൻസ് പരിശോധന കർശനമാക്കിയിരുന്നു. അക്ഷയ സെന്ററുകൾ അനുവദിക്കുന്നത് മുതൽ പ്രവർത്തിക്കുന്നതിലും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ വരെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഇവർ പാലിക്കപ്പെടുന്നില്ല. ഭൂരിഭാഗം സെന്ററുകളും മികച്ച രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ചില പുഴുക്കുത്തുകൾ ഉണ്ടെന്നതിൽ സംശയമില്ല. ഇത്തരക്കാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അഴിക്കുള്ളിലാകുന്നത് സാധാരണക്കാരായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇത്രയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വിദേശത്തേക്ക് പോകുന്ന ഒരാൾക്ക് PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ അക്ഷയ സെന്റർ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 15 ദിവസത്തിനകമാണെന്ന് തോന്നുന്നു ഇത് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് നേരെ പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് കമ്മീഷൻ ഓഫീസിലെത്തിയതിനൊക്കെ ശേഷമാണ് പിന്നീട് തിരിച്ച് അക്ഷയ സെന്ററിലേക്ക് എത്തുന്നത്. നമ്മളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഇതൊന്നുമില്ല. നമ്മൾ പണം കൊടുത്ത് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും പേരിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആ പേരൊക്കെ മാറ്റി നമ്മളിലേക്ക് വരും. ബാർകോഡ് അടിച്ച് നോക്കുമ്പോൾ പോകുന്നത് പഴയ ആളിൻ്റെ പേര് തന്നെയാണ്. കള്ളനാവുന്നത് നമ്മളുമാണ്. കാരണം അക്ഷയ സെന്ററിൽ നിന്ന് കിട്ടിയ സാധനമാണ്, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയാൽ നമ്മൾ അഴിക്കുള്ളിലാവും. അപ്പോൾ ഈ വിജിലൻസ് പരിശോധന അല്ല വേണ്ടത്, ഇത്തരം അക്ഷയ സെന്ററുകൾ അടച്ചു പൂട്ടുന്ന നടപടിയാണ് എടുക്കേണ്ടത്. അല്ലാതെ ഒരാളെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ആ അക്ഷയ സെന്ററിൽ അത്തരം തെറ്റുകൾ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ ഈ മാറനെല്ലൂർ ഊരൂട്ടമ്പലത്തും ഈ ഭൂമി തരം മാറ്റലിലും ഒക്കെ ഇത്തരം പിന്നെ കള്ളങ്ങൾ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അക്ഷയ സെന്ററുകൾ പൂട്ടിക്കെട്ടുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ അക്ഷയ സെന്ററുകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അവരുടെ കുടുംബ പശ്ചാത്തലം, സാമൂഹികപരമായ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിച്ചിട്ട് ജോലി എടുക്കുക. അല്ലെങ്കിൽ വർണ്ണവർക്കും പൂർണ്ണവർക്കും ഒക്കെ ഇപ്പോൾ അക്ഷയ സെന്ററുകളിൽ ജോലി കിട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്ന വിശേഷണമുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് സർക്കാർ ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു മേൽനോട്ടം ഒക്കെ ഇതിൽ ഉണ്ടായില്ല എങ്കിൽ പലരും ഇതിൽ പെട്ടുപോകും. അത് സാധാരണക്കാരായിരിക്കും. അവർ അക്ഷയ കേന്ദ്രങ്ങളെ വിശ്വസിക്കും. അവർ പിന്നീട് അഴിക്കുള്ളിലാവും. കാരണം ഇതൊക്കെ തെളിയിച്ച് വരുമ്പോഴേക്കും വലിയ സമയങ്ങൾ എടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അക്ഷയ കേന്ദ്രങ്ങളെ വിശ്വസിക്കുന്നവർ ഒന്ന് സൂക്ഷിക്കുക. പലതും പുഴുക്കുത്തുകളാണ്, കള്ളങ്ങൾ ചെയ്യുന്നവരാണ്, പല സർട്ടിഫിക്കറ്റുകളും വ്യാജമാണ്. ഇതെല്ലാം അക്ഷയ സെന്ററിനെ കുറിച്ചല്ല, ഭൂരിഭാഗവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ അതിനിടയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തന്നെ അവതാളത്തിലാകും എന്ന് ചിന്തിച്ചാൽ നല്ലത്.